ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ധ്. ഇന്നത്തെ വീഡിയോ ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ വായുക്ഷോഭം എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ചാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഹോം റെമഡീസ് എന്തൊക്കെയാണ്, ആയുർവേദ മെഡിസിൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ വായുക്ഷോഭത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ധൃതിയിൽ ഒരു നേരം തന്നെ ഒരുപാട് ആഹാരം കഴിക്കുന്നത് മൂലം നമുക്ക് വായുക്ഷോഭത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ധൃതിയിൽ കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് എയർ വലിച്ചെടുക്കുകയും അതുമൂലം ഗ്യാസ് ബിൽഡപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ ഒരുപാട് ആഹാരം കഴിക്കുന്നത് മൂലവും നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാത്രിയിൽ ആഹാരം കഴിച്ചിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഹാരം ഉണ്ടെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഗ്യാസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ ഒരുപാട് ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇതുപോലെ പൊട്ടറ്റോ പോലത്തെ ആഹാരങ്ങൾ, അതായത് ഉരുളൻകിഴങ്ങ്, അതുപോലെ ചക്ക, ഇതുപോലത്തെ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൈര്, മുട്ട, ഇതുപോലെയുള്ള ചില ആഹാരങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ഗ്യാസ് ട്രബിൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാർ അത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ട്രബിൾ വരുന്നത് കാരണം വയറുവേദന, അതുപോലെ തന്നെ വയറ് പൊങ്ങി വരിക, നെഞ്ചെരിച്ചിൽ, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതുമൂലം നമ്മൾ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാതിരിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുക. അതായത് സോഡ പോലത്തുള്ള ഡ്രിങ്ക്സ്, സ്മോക്കിംഗ് പോലെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്യുന്നത് മൂലം തന്നെ നമുക്ക് വായുക്ഷോഭത്തിൻ്റെ ലക്ഷണങ്ങൾ കുറേയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈ ഫൈബർ കണ്ടൻറ്റുള്ള ഡയറ്റ്, അതായത് ഒരുപാട് ഇലവർഗ്ഗങ്ങൾ അടങ്ങിയ ആഹാരം അമിതമായി കഴിക്കുന്നത് മൂലം നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ വായുക്ഷോഭത്തിന് പ്രയോജനകരമായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടുള്ള അഷ്ടചൂർണം തന്നെയാണ്. അഷ്ടചൂർണത്തിലെ പ്രധാന ചേരുവകളായിട്ടുള്ള ചുക്ക്, തിപ്പലി, കുരുമുളക്, അതുപോലെ തന്നെ ഇന്ദുപ്പ്, കരിഞ്ജീരകം, ഇതെല്ലാം ഗ്യാസിനെ ശമിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളായതുകൊണ്ട് തന്നെ ഇത് പൊടി ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ അഷ്ടചൂർണം നമ്മൾക്ക് സിറപ്പ് ഫോമിലും അവൈലബിൾ ആണ്. അത് നമുക്ക് 1/2 ടീസ്പൂൺ വീതം ആഹാരത്തിന് ശേഷം 2 നേരം കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഗ്യാസ് പോലെയുള്ള ഇഷ്യൂസ് മാറിക്കിട്ടാനും വിശപ്പില്ലായ്മയൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലെ അഷ്ടചൂർണത്തിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള മറ്റൊരു അരിഷ്ടം എന്ന് പറയുന്നത് അഭയാരിഷ്ടമാണ്. അഭയാരിഷ്ടം നമുക്ക് ബ്ലോട്ടിംഗ് പോലുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ വയറുവീർപ്പ് പോലുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് നമുക്ക് ആഹാരത്തിന് ശേഷം 15 ml അഭയാരിഷ്ടം കഴിക്കുന്നത് മലശോധനയ്ക്കായാലും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു അരിഷ്ടം തന്നെയാണ് അഭയാരിഷ്ടം. അതുപോലെ തന്നെ നമുക്ക് ദഹന ശക്തി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അഭയാരിഷ്ടത്തിൻ്റെ ഉപയോഗം. ഇതുപോലെ തന്നെ നമുക്ക് പ്രയോജനമായിട്ടുള്ള മറ്റൊരു ഗുളിക എന്ന് പറയുന്നത് ധന്വന്തരം ഗുളികയാണ്. ഇത് 2 ധന്വന്തരം ഗുളിക ആഹാരത്തിന് ശേഷം നമുക്ക് ചവച്ചരിച്ച് കഴിക്കുന്നതും നമുക്ക് വളരെ ഫലപ്രദമാണ്. ഗ്യാസ് പോലുള്ള ഇഷ്യൂസ് മാറിക്കിട്ടാൻ, വയറുവീർപ്പും എല്ലാം മാറിക്കിട്ടാനായിട്ട് നമുക്ക് ധന്വന്തരം ഗുളിക വളരെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള ലേഹ്യങ്ങൾ അവൈലബിൾ ആണ്. ഇതിൽ വില്വാദി ലേഹ്യം, ദശമൂല ഹരിതകി ലേഹ്യം, ഇതെല്ലാം നമ്മുടെ വയറിൻ്റെ ഗട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ്. വില്വാദി ലേഹ്യമായാലും ദശമൂല ഹരിതകി ലേഹ്യമായാലും ഇത് നമുക്ക് അര ടീസ്പൂൺ വീതം നമുക്ക് ആഹാരത്തിന് ശേഷം 2 നേരമായിട്ട് കഴിക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും ഗ്യാസ് പോലുള്ള ഇഷ്യൂസ് മാറിക്കിട്ടാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഏതാണ് നമുക്ക് പ്രയോജനമായിട്ടുള്ള മരുന്നെന്ന് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കൂടി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആ മരുന്ന് വാങ്ങി കഴിക്കുക. അതുപോലെ തന്നെ നമുക്കിനി ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ഹോം റെമഡീസ് എന്നതിനെക്കുറിച്ച് നോക്കാം. ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം അല്പമായി സിപ്പ് ചെയ്യുന്നത്, ചെറുചൂടോടുകൂടി തന്നെ സിപ്പ് ചെയ്യുന്നത് നമുക്ക് ഗ്യാസ് ട്രബിൾ പോലത്തുള്ള ഇഷ്യൂസ് മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഇഞ്ചി നമുക്ക് ഡൈജസ്റ്റീവ് ഹെൽത്തിന് വളരെ ഫലപ്രദമാണ് ഇഞ്ചിയുടെ ഉപയോഗം. അതുപോലെ തന്നെ ജിഞ്ചർ ടീ ആയാലും നമുക്ക് ഇട്ട് കുടിക്കാവുന്നതാണ്. ഇത് നമ്മൾ ചായപ്പൊടി ഇടുമ്പോഴത്തേക്ക് വെള്ളത്തിൽ ചായപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ജിഞ്ചറും കൂടെ അതിനകത്ത് ചേർത്ത് ഇഞ്ചിയുടെ കഷ്ണം കൂടെ ചേർത്ത് നമുക്ക് ചൂടാക്കാവുന്നതാണ്. ഇത് കുടിക്കുന്നതും വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ജീരകത്തിൻ്റെ വെള്ളമാണ്. ജീരകം അല്പം റോസ്റ്റ് ചെയ്തതിന് ശേഷം അല്പം ചൂടാക്കി വറുത്തതിന് ശേഷം മാത്രം വെള്ളത്തിലിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത് നമുക്ക് ഗ്യാസ് പോലുള്ള ഇഷ്യൂസ് മാറിക്കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ പുതിനയിലയുടെ ഉപയോഗം, പുതിനയില നമുക്ക് വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഇട്ടതിന് ശേഷം ആ വെള്ളം കുടിക്കുന്നതും നമുക്ക്
വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ആ വെള്ളം കുടിക്കുന്നതും വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ അയമോദകം വെള്ളം കുടിക്കുന്നതും, അതുപോലെ തന്നെ അയമോദകത്തിൻ്റെ ലേഹ്യം പോലെ ഉണ്ടാക്കി കഴിക്കുന്നതും, ജാഗറി ചേർത്ത് ശർക്കര ചേർത്ത് അയമോദകത്തിൻ്റെ ഒരു ലേഹ്യമായി കഴിക്കുന്നതൊക്കെ നമുക്ക് ഗ്യാസ് പോലെയുള്ള ഇഷ്യൂസ് മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.